ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തുന്നത് തടഞ്ഞുകൊണ്ട് ഇസ്രയേൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് 50 ദിവസങ്ങൾ പിന്നിടുമ്പോൾ പട്ടിണി പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയാണ് ഐക്യരാഷ്ട്രസഭ. പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭ ഏജൻസിയുടെ തലവൻ ഫിലിപ്പ് ലസാരിനിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഹമാസിനെ നശിപ്പിക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയും പ്രദേശം ഇസ്രയേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്ത് ബന്ദികളെ മോചിപ്പിക്കുകയും ഗാസ മുൻപ് ഇസ്രയേലിന് സുരക്ഷാ ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതുവരെ യുദ്ധം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെടിനിർത്തലിനായി പകുതി ബന്ദികളെ മോചിപ്പിക്കണമെന്ന ഇസ്രയേലിന്റെ നിർദ്ദേശം ഹമാസ് നിരസിച്ചതായി നെതന്യാഹു ഇതിനോടകം ആരോപിച്ചിരുന്നു. ബന്ദികളുടെ കുടുംബങ്ങളിൽ നിന്നും അവരുടെ പിന്തുണക്കാരിൽ നിന്നും മാത്രമല്ല, കഴിഞ്ഞ മാസം ഇസ്രയേൽ വെടിനിർത്തൽ ലംഘിച്ചതിനെ തുടർന്ന് യുദ്ധം തുടരുന്നതിനെ ചോദ്യം ചെയ്ത് റിസർവ് സൈനികരിൽ നിന്നും വിരമിച്ച ഇസ്രയേലി സൈനികരിൽ നിന്നുമെല്ലാം നെതന്യാഹുവിന് മേൽ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം നേരിടുന്നുണ്ട്. കൂടാതെ തുടർച്ചയായ വെടിനിർത്തലിനായി പകുതി ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശം ഹമാസ് നിരസിച്ചതായും അദ്ദേഹം പ്രസ്താവനയിൽ അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ദി മോചനത്തിനായി ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുകയാണ്. ഗാസയിലുടനീളം ആക്രമണം വ്യാപിപ്പിക്കുമെന്നും സുരക്ഷാ മേഖലകൾ പിടിച്ചെടുക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ഉപരോധം പ്രഖ്യാപിച്ചതോടെ 6 ആഴ്ചയായി ഗാസയിലേക്ക് ഭക്ഷണവും മറ്റും അവശ്യ സാധനങ്ങളും വിതരണം ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ആയിരക്കണക്കിന് കുട്ടികൾ പോഷകാഹാരക്കുറവുള്ളവരാണ്. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും ഒരു നേരത്തെ ഭക്ഷണം മാത്രമാണ് ലഭിക്കുന്നത്. എന്തായാലും യുദ്ധം കടുക്കുന്നതിനനുസരിച്ച് പലസ്തീൻ പ്രദേശത്തെ 2.4 ദശലക്ഷം നിവാസികൾക്ക് ഇത്തരത്തിലുള്ള ഭക്ഷ്യ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നും UN മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഗാസയിലെ യുദ്ധത്തിലുടനീളം നാം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ സാഹചര്യമാണ് ഇപ്പോഴത്തേത്. ഗാസയിലെ 2 ദശലക്ഷം ജനങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ഇവർ കൂട്ടത്തോടെ ഭക്ഷ്യ പ്രതിസന്ധിയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പായ ഹമാസ് സഹായം വഴിതിരിച്ചുവിട്ടതായാണ് ഇസ്രയേലിന്റെ ആരോപണം. എന്നാൽ ഹമാസ് ആരോപണം നിഷേധിച്ച് രംഗത്തെത്തി. കഴിഞ്ഞ മാസമാണ് ഭക്ഷണവും മരുന്നുമായി എത്തുന്ന ട്രക്കുകൾ ഇസ്രയേൽ തടയാൻ തുടങ്ങിയത്. 18-ന് ആക്രമണം ഇസ്രയേൽ പുനരാരംഭിക്കുകയും ചെയ്തു. ആക്രമണം ശക്തമായതോടെ റെഡ് ക്രോസ് പ്രവർത്തകർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. നേരത്തെ ആന്റിബയോട്ടിക്സ്, ബ്ലഡ് ബാങ്കുകൾ എന്നിവയ്ക്ക് കടുത്ത ദൗർലഭ്യം നേരിടുന്നതായി ലോകാരോഗ്യ സംഘടനയും അറിയിച്ചിരുന്നു. ഗാസയിലെ 5 വയസ്സിന് താഴെയുള്ള 60,000-ലധികം കുട്ടികൾ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭാ സംഘടനയുടെ കണക്ക്. ഗാസയിലെ ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും 100 കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. അതിനിടെ ഗാസ നഗരത്തിൽ ആളുകൾ താമസിക്കുന്ന സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അഭയാർത്ഥി ക്യാമ്പാക്കി മാറ്റിയ കെട്ടിടമാണ് ബോംബിട്ട് തകർത്തത്. ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ 51,266 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 1,16,991 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്.